ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് രാവിലെ നമുക്ക് റാഗിയുടെ പൂരിയാണ്. ഞാൻ 1/2 കപ്പ് റാഗി പൗഡറും 1/2 കപ്പ് നമ്മുടെ ആട്ടപ്പൊടി ഗോതമ്പിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ റവയും കൂടെ ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ടു, വെറും പച്ച വെള്ളത്തിൽ കുഴച്ച് കേട്ടോ. ഇതാ കുഴച്ച് ഒരു 5 മിനിറ്റേ വെച്ചുള്ളൂ, കാരണം സമയമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ റാഗിയുടെ പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയുടെ പൂരിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതാ പൂരിക്ക് പരത്തുമ്പോൾ എപ്പോഴും വട്ടം കുറച്ചിട്ട് നമ്മൾ ഇച്ചിരി കനത്തി വേണം. ഒരുപാട് കനമല്ല, എന്നാലും ചപ്പാത്തിയേക്കാളും തിക്നെസ് വേണം, എങ്കിലേ നല്ല ലെയറായിട്ട് പൂരി കിട്ടത്തുള്ളൂ. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം പൂരി ഇട്ട് കൊടുത്തു. നല്ലതായിട്ട് പൊങ്ങി വന്നു, കണ്ടോ. ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല സക്സസ്സായി, നല്ല ടേസ്റ്റും ആയിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡല്ലേ റാഗി. എപ്പോഴും ശരീരത്തിന് വളരെ നല്ലതാട്ടോ. കടലക്കറി, അനാവശ്യമായിട്ടുള്ള ഫാറ്റൊന്നും റാഗി കഴിച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശരീരത്തിന് നല്ല ആരോഗ്യമാണ്, ഹെൽത്തിയാണ്. പിന്നെ അയൺ കണ്ടൻറ്റ്, ഈ അനീമിയ പോലുള്ളവർക്കൊക്കെ, നമ്മുടെ HB ഒക്കെ കുറവുള്ളവർക്ക് റാഗിയും കൊണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലും വളരെ നല്ലതാണ്. നമ്മൾ കുറുക്കുണ്ടാക്കുകയാണെങ്കിലും ജാഗറി, നമ്മളുടെ ശർക്കര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതും വളരെ നല്ലതാണ്. ഷുഗർ ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. സൂപ്പർ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എത്ര കഴിച്ചാലും മതിയാകത്തില്ല നമുക്ക്, പക്ഷേ 3 എണ്ണത്തെ നിർത്തി. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ധൃതി പിടിച്ചുണ്ടാക്കുമ്പം ഫ്ലോപ്പായി പോയെങ്കിലേ. എണ്ണ കുടിച്ചൊന്നും ഇല്ല കേട്ടോ. എണ്ണ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.